നിമിഷപ്രിയ കേസിൽ കുടുംബത്തിനും ഇരയുടെ കുടുംബവുമായി ചർച്ച നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ചർച്ചകൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് സുപ്രീം കോടതി അനുമതി നൽകി. കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേലിന്റെ മകൻ ചൈതന്യ ബാഗേലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മദ്യവിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ദേശീയതലത്തിൽ വലിയ ചർച്ചയായി. ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനുമെതിരെ CPM-ഉം CPI-യും പരസ്യമായി രംഗത്തെത്തിയതും ചർച്ചയായി. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഏതെങ്കിലും ഒരു സംഘടന ചർച്ച നടത്തിയതുകൊണ്ട് കാര്യമില്ലെന്ന് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ചർച്ച നടത്തുവാനുള്ള അധികാരം നിമിഷപ്രിയയുടെ കുടുംബത്തിനും ഒപ്പം തന്നെ പവർ ഓഫ് അറ്റോർണിക്കും മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഈ കേസിലെ ഹർജിക്കാരായിട്ടുള്ള സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അവരിന്നൊരു പ്രത്യേക ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഒരു മധ്യസ്ഥ ശ്രമം എന്ന നിലയിൽ ഒരു സംഘത്തെ യമനിലേക്ക് അയക്കുവാനുള്ള അനുമതിയാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ ഇന്നിപ്പോൾ അവർ തേടിയത്. എന്നാൽ ഈ ഒരു വിഷയം കേന്ദ്ര സർക്കാർ പരിഗണിക്കട്ടെ എന്നായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ യമനിൽ പോകുവാൻ അനുമതി വേണമെന്ന് ഈ സേവ് ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ട നിവേദനം ലഭിച്ചാൽ അത് ഉചിതമായൊരു നടപടി അതിന്മേൽ ഉണ്ടാകുമെന്നുള്ളത് ഇന്നിപ്പോൾ അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14 ഈ കേസ് വീണ്ടും പരിഗണിക്കുവാൻ വേണ്ടി മാറ്റിയെന്നുള്ളത് ഇന്നിപ്പോൾ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെ വിമർശിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഡി രാജ CPI-യുടെ ജനറൽ സെക്രട്ടറി ഡി രാജ രംഗത്തെത്തിയിരുന്നു. നിലവിൽ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിരവധി തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ CPI-യുടെ ഡി രാജ വ്യക്തമാക്കിയത്. മാത്രമല്ല ഇത്തരം വിമർശനങ്ങൾ, അതായത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരെയുള്ള വിമർശനങ്ങൾ CPI-യുടെ കരട് രേഖയിലും രാഷ്ട്രീയ കരട് രേഖയിലും ഉൾക്കൊള്ളിച്ചതായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ കോൺഗ്രസുമായിട്ടുള്ള എതിർപ്പ് ഇതിനോടകം തന്നെ പലതവണ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങൾ അനാവശ്യമായി അല്ലെങ്കിൽ അനവസരത്തിലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. നാളെ ഓൺലൈനായി ഈ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഓൺലൈനായി ഇന്ത്യ സഖ്യം യോഗം ചേരുന്നുണ്ട്. വലിയ സമ്മർദ്ദത്തിൻ്റെ ഒടുവിലാണ് കോൺഗ്രസ് ഈ യോഗത്തിന് തയ്യാറായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ ഒരു യോഗം പ്രത്യക്ഷത്തിൽ നടന്നാൽ സഖ്യകക്ഷികൾ, പ്രത്യേകിച്ച് CPM-ഉം CPI-യും അടക്കമുള്ള സഖ്യകക്ഷികൾ രൂക്ഷ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ യോഗം വേണ്ടാന്നും പിന്നീട് ഓൺലൈനായി യോഗം ചേരുവാനും തീരുമാനിച്ചത്. ഒപ്പം ഡൽഹിയിൽ നിന്ന് നൽകുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഭൂപേഷ് ബാഗേലിൻ്റെ മകൻ ചൈതന്യ ബാഗേൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2019 മുതൽ 2022 വരെ ഛത്തീസ്ഗഡിൽ നടത്തിയ മദ്യവിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഏതാണ്ട് 2161 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. 70 പേർ ഈ കേസിലെ പ്രതികളാണ്. ഇവരിൽ നിന്നും ഇതിനോടകം തന്നെ ഏതാണ്ട് 205 കോടി രൂപയുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, ഔദ്യോഗിക വസതിയിൽ നിന്നും പണക്കുമാരം കണ്ടെത്തിയ കേസിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇന്ന് ഒട്ടനവധി സുപ്രധാനപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. നാളെയും വളരെ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ കാര്യമായ വാർത്തകൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സദാനന്ദൻ മാസ്റ്റർ, നിയുക്ത രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്റർ നാളെ ഡൽഹിയിലെത്തുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രധാനപ്പെട്ട പല വാർത്തകളും നാളെ രാജ്യം കാത്തിരിക്കുന്നു.